എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കുട്ടി ഈവനിങ് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? കുറേ നാളായിട്ടാണ് നമ്മളൊരു ഈവനിങ് വ്ളോഗൊക്കെ ഒന്ന് ചെയ്തിട്ട്. അപ്പം ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗ് എന്നെ പിടിച്ചോളൂ കേട്ടോ. കർക്കിടക മാസമായിട്ടും മഴ ഒന്നും പെയ്യുന്നില്ല കേട്ടോ. മഴ ഭയങ്കര കുറവാണിപ്പോൾ. കുറവെന്നല്ല, പെയ്യൽ തന്നെ വല്ലപ്പോഴും ഒരിക്കലാണ് കേട്ടോ. ഇടയ്ക്ക് ഇത് മഴക്കാലമാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മഴ പെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. ജൂണിൽ ആകെ 2 ആഴ്ച കിട്ടിയ മഴയാണ് അടിപൊളി മഴ എന്ന് പറയാനുള്ളൂ കേട്ടോ. അത് 2 ആഴ്ച അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മഴ പെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, പെയ്യുന്നുണ്ട്, പക്ഷെ കാര്യമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ. അതുപോലെ ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു, ഇന്നലെയും നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പം തുണികളൊക്കെ ഉണങ്ങി കിട്ടുന്നുണ്ട്, അതാണ് ഒരു സമാധാനം. പിന്നെന്താ, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു, അപ്പോഴൊന്നും നടക്കാറില്ല. പക്ഷെ ഇന്ന് കറണ്ടൊന്നും പോയിട്ടില്ല, നല്ല തെളിച്ചത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇന്നാ പിടിച്ചൊരു ഈവനിങ് വ്ളോഗ്. ചായ കൂടി അങ്ങനെ പതിവില്ല, എങ്കിലും പതിവുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ചായ കുടിക്കാൻ ഒരു ടെൻഡൻസി ആണല്ലോ. ചായക്ക് ഇന്ന് കഴിക്കാനുണ്ടായിരുന്നത് പരിപ്പടിയായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. കാരണം കുറച്ച് മുളക് പറിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മ കുറേ ദിവസമായി പറഞ്ഞിട്ട് മുളക് പറിച്ച് വയ്ക്കാൻ. അപ്പം അതിന്ന് കൈയോടെ പറിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും, അതുകൊണ്ടാണ്. കുറേയൊക്കെ പഴുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാടെന്ന് പറയാനില്ല, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് വേറെ പാത്രമൊന്നും എടുത്തില്ല കേട്ടോ, കയ്യിൽ തന്നെ പറിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിൽ പോയിട്ട് അടുക്കളപ്പണി ബാക്കിയത്തെ തീർക്കാം. അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാടൊന്നുമില്ല, എങ്കിലും കുറച്ചുണ്ട്. പണിയുണ്ടെന്ന് പറഞ്ഞത് കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ, നമ്മുടെ അരി ഉഴുന്ന് അരച്ചു വയ്ക്കാനാണ്. 6 മണിക്ക് ശേഷം ഇപ്പോൾ അരമണിക്കൂർ, 1 മണിക്കൂർ, 3/4 മണിക്കൂർ അങ്ങനെ തോന്നുന്ന പോലെയാണ് കേട്ടോ കറണ്ട് പോക്കും വരവും. അതുകൊണ്ട് രാത്രി ആവാൻ നിൽക്കാണ്ട് വേഗം തന്നെ അരച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു. പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വട്ടാവും കേട്ടോ. ഒന്ന് അവരെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല, ബിസി ആയിരിക്കും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ കളയാണ്, ആകെ വട്ടായ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ മഴയില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടും ഉണ്ട് കേട്ടോ വീടിൻ്റെ അകത്തൊക്കെ. അതുകൊണ്ട് ഒരു വിധമാണ് ഉറക്കമൊക്കെ. പിന്നെ രാത്രിയും കളയുന്നേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വെള്ളമില്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാല്ലേ. അതുകൊണ്ട് എന്താ, കൈയോടെ അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ 4:30 ആയിട്ടുള്ളൂ. ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആകെ ബോറടിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് വന്നത്. അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചതിന് ശേഷം പിന്നെ നേരെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ജനൽവാതിലൊക്കെ അടച്ച് കയ്യോടെ ലൈറ്റും ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കയറി തുണിയൊക്കെ എടുത്തുകൊണ്ട് വരാം കേട്ടോ. അടിയിലെ ഭാഗത്തേക്ക് അധികം ഇപ്പോൾ വെയിൽ കിട്ടുന്നില്ല, മുകളിലാണ് കേട്ടോ വെയിൽ മുഴുവൻ. അതുകൊണ്ട് മുകളിലാണ് കൊണ്ടുപോയി ഇടുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അഴുക്കൊന്നും ആവില്ല കേട്ടോ. പിന്നെ തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മഴക്കാരുണ്ടോ എന്ന് നോക്കുന്നുണ്ട്, ചെറുതായിട്ടുണ്ട് കേട്ടോ. മിക്കവാറും വൈകുന്നേരം പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ അതൊക്കെ നോക്കി തുണി കൊടുത്ത് നേരെ അടിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ഡ്രസ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതവിടെ ഇട്ടില്ല, അത് കൈയോടെ മടക്കി എടുത്ത് വയ്ക്കുന്നുണ്ട്. അച്ഛൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിയുന്നതോടുകൂടി തന്നെ വൈകുന്നേരത്തെ പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറാം കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒട്ടും കയറാൻ പറ്റില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ ഉദിച്ചതിന് ശേഷം മാത്രമേ കയറാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ തേച്ചിട്ടില്ലാത്തതുകൊണ്ട് അത്യാവശ്യം പൂപ്പായി ഉണ്ട്, അതുകൊണ്ട് വഴിക്ക് വീഴും കേട്ടോ. പിന്നെ പാരപ്പറ്റിൻ്റെ ആ ഭാഗമൊന്നും കെട്ടാത്തതുകൊണ്ട് തന്നെ വഴിക്ക് കഴിഞ്ഞാൽ നേരെ തലയും കുത്തി വീഴും. അതുകൊണ്ട് ആ റിസ്ക് എടുക്കലില്ല. മുകളിൽ കയറിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. കാരണം കുറച്ച് നാൾ കയറാണ്ടിരുന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ റോസയൊക്കെ ഞാൻ മഴക്കാലമായപ്പോൾ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് നല്ല ആവാൻ വേണ്ടിയിട്ട്. അതൊക്കെ മുട്ടുണ്ടായി സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോൾ ഭാഗത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നിന്ന് ഈ ഒരു ആശാനെ കിട്ടിയത്. ചെറുപ്പത്തിൽ ഉണ്ണിപ്പര വെച്ച് കളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടാൻ വെക്കുന്ന പയറാണ് കേട്ടോ ഇത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ സാധനം എടുത്തിട്ട് പയറിൻ്റെ വിത്തായിട്ട് ഉപയോഗിക്കും. മറ്റേത് ഞങ്ങൾ തോരനും വെക്കും കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് എൻ്റെ മുകളിൽ നിന്നു. ഇതുപോലത്തുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. പണ്ടൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ. കറ്റാവാഴ പറിക്കാനാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ. കാരണം കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു മന്താണല്ലോ. മുകളിൽ കയറി നോക്കിയപ്പോൾ കറ്റാവാഴ മുഴുവൻ പുല്ല് പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം അടിയിലത്തെ മണ്ണല്ലേ നമ്മൾ മുകളിൽ കൊണ്ടുവന്ന് ആ കറ്റാവാഴയിലൊക്കെ നട്ടിട്ടുള്ളത്. ആ പുല്ല് ഫലഭൂയിഷ്ടമായിട്ട് അങ്ങോട്ട് വളർന്നിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു പുല്ല്. പിന്നെ എന്താ, അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഒന്ന് കുറേ നേരം അവിടെ നിൽക്കേണ്ടി വരും. പിന്നെ എനിക്ക് മടിയുമാണ്. പിന്നെ നിറച്ചുറുമ്പാണ് കേട്ടോ. ഞാൻ കുറച്ചങ്ങോട്ട് പറിച്ചങ്ങോട്ട് കയറിയോട് കൂടി മേലൊക്കെ അങ്ങോട്ട് കയറി. അതും കടിയാനുറുമ്പായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കടി കിട്ടിയിട്ടുണ്ടായിരുന്നു.
പുല്ലിൻ്റെ ഇടയിൽ നിന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ആ ഭാഗത്തെ കറ്റാർവാഴ നല്ലതായിരുന്നു. അപ്പോൾ അത് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കറ്റാർവാഴ ഉണ്ട്, നിറച്ച് പുല്ലുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി എപ്പോഴെങ്കിലും വെയിലുദിക്കുമ്പോൾ വേണം അതൊന്ന് കയറി ക്ലീൻ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ നാളെ തന്നെ കയറി ക്ലീൻ ചെയ്യണം. കാരണം അത്രയും വൃത്തികേടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് അടിയിലോട്ട് പോകാം കേട്ടോ. അടിയിൽ ഇനി വിളക്ക് വയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. ഇത് ഞാനൊരു 3 വർഷം മുമ്പ് നട്ടിട്ടുള്ള നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ കായായി, എൻ്റെ മാത്രം അങ്ങനെ നിൽക്കുകയാണ്. കാരണം ഞാൻ എപ്പോഴും മുകളിൽ കയറുമ്പോൾ വിചാരിക്കും ഒരു കമ്പ് കൊണ്ടുവന്ന് അതിനൊന്ന് സെറ്റാക്കി വെക്കണമെന്ന്. പക്ഷേ ഞാൻ മറക്കും കേട്ടോ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ചെയ്യണം. എത്ര നാളായി അതങ്ങനെ നിൽക്കുന്നു. മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ, പക്ഷേ കാര്യമായിട്ട് വളർച്ചയൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ കോഴിപ്പെണ്ണുങ്ങൾക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മുട്ട ഇന്ന് രാവിലെ മുതലേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വയ്യ, ഞാൻ അകത്ത് കയറുമ്പോൾ അവർ ഓരോന്ന് ഇട്ടിട്ട് ഏത് നേരം വന്ന് എടുക്കണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഒരുമിച്ച് എടുക്കാമെന്ന്. അങ്ങനെ മുട്ടയൊക്കെ എടുത്ത് അകത്തോണെന്ന് വെച്ചാൽ നമ്മുടെ പാപ്പക്കുട്ടൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അവളൊന്ന് കുറച്ച് നേരം കളിപ്പിക്കണ്ടേ. പിന്നെ അവളെ പുറത്തുകൊണ്ട് പോകണം. അതെന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ കൊണ്ടുപോകലുള്ളൂ കേട്ടോ. അവൾക്ക് ഭയങ്കര ജാടിയാണേ. ബാക്കിയുള്ള പട്ടികളൊക്കെ ക്യാമറ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഇവൾക്ക് ഒരു വികാരമില്ല കേട്ടോ. ഇവളിങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുള്ളൂ. അല്ലാത്ത സമയത്ത് ഭയങ്കര കളിയായിരിക്കും. ക്യാമറ ഓൺ ചെയ്താൽ പിന്നെ അവൾ അനങ്ങൂല. ഇനി പറഞ്ഞിട്ടാണോ അവൾ വലിയ കാര്യമായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് അവളിട്ട് ഞാൻ നേരെ വന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. വിളക്ക് വയ്ക്കലൊക്കെ അമ്മ വന്നിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈവനിങ് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ മറ്റൊരു വ്ളോഗിൽ കാണാത്തവരേക്കും ബൈ ബൈ.